ഹായ് നമസ്കാരം. എൻ്റെ പേര് അലക്സ്. ഞാനിവിടെ കാനഡയിലെ ഒണ്ടാരിയോയിലാണ്. അപ്പം ഈ ഒരു ബിസിനസ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആസ് എ ബിസിനസ് ഓണർ. അപ്പം ഇതിനെപ്പറ്റിയുള്ള എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ഫിനാൻസ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെയാണ് ഈ ഒരു ബിസിനസ്സും കൂടെ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണലാണല്ലോ. അപ്പം നമ്മളെല്ലാം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ കൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ. മിക്കവരും നോക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും. ചിലർ നോക്കുന്നത് ടൈം ഫ്രീഡം ആയിരിക്കും. അങ്ങനെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നമുക്കിപ്പം 2 പേർക്കും ഫാമിലി 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എക്സ്ട്രാ ജോലിയും കൂടെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴാണോ ഇരിക്കുന്നത് നമ്മുടെ കൺവീനിയന്റ് പോലെ തന്നെ ആ ടൈമിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. പിന്നെ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈ ഒരു ബിസിനസ് ലെജിറ്റ് ആണോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് 100% ലെജിറ്റ് ആണ്. ഞാനിവിടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാനഡയിൽ. അപ്പം നമുക്ക് ചുമ്മാതെ ആണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അങ്ങനെ പബ്ലിസിറ്റി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. 100% ലെജിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. എന്താണ് ഈ പ്ലാറ്റ്ഫോം? ഇതൊരു സിമ്പിൾ പ്ലാറ്റ്ഫോമാണ്. സ്റ്റാർട്ട് ആൻഡ് റൺ ആൻ ഓൺലൈൻ ബിസിനസ്. ഈ ഒരു ബിസിനസ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും എന്നിട്ട് അത് സെറ്റപ്പ് ചെയ്യാനും. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിലേക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൂവൺ മെത്തേഡാണ്. അപ്പം ഇത് ഓൾറെഡി പ്രൂവൺ ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ റണ്ണിങ്ങുമാണ്. അപ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയതായിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവർ പറയുന്ന കാര്യം മാത്രം നമുക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെൻറ്ററും ഉണ്ട്, ഒരു കോച്ചും ഉണ്ട്. അപ്പം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോ കാര്യം. മീൻസ് ഈ മെൻറ്ററും കോച്ചും നമ്മളെ ഗൈഡ് ചെയ്യും നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. എന്നിട്ട് നമ്മുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യുന്നിടം വരെ. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ബ്രാൻഡ്സ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു ഷൂവിൻ്റെ ഒരു കട നമുക്ക് തുടങ്ങണം. നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനിലേക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു വെബ്സൈറ്റ് വേണം, അതിൻ്റെ സെയിൽസിൻ്റെ ഒരു ഫണൽ വേണം, പിന്നെ ഇമെയിൽ ക്യാമ്പയിൻസ് വേണം, പിന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു നോട്ടിഫിക്കേഷൻസ് വരണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിവരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതൊരു ബിസിനസ് ഇപ്പോൾ ഓൺലൈൻ റൺ ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വേണം. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഈ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടല്ലോ ഗ്ലോബലി, അത് സെറ്റ് ചെയ്ത് എല്ലാം കൂടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി, ആ കമ്പനി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ലിങ്ക് ആക്കാം. ലിങ്ക് ആക്കിയിട്ട് നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. പാർട്ട്നേഴ്സ് കമ്പനീസ് ആണ്. കണക്റ്റഡ് വിത്ത് കമ്പനീസ് ദാറ്റ് ഹാവ് ഓവർ 50 ഇയേഴ്സ് ഓഫ് ഗ്ലോബൽ സക്സസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം നമ്മുടെ കമ്പനീസ് എന്ന് പറയുന്നത് എല്ലാം ഗ്ലോബലി ഒരു 50 ഇയേഴ്സിൻ്റെ എബവ് ഉള്ള കമ്പനീസാണ്. അതും നല്ല സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന കമ്പനീസാണ്. പിന്നെ അത് പ്രൂവൺ ആണ്. അതുപോലെ തന്നെയാണ് അവരുടെ കമ്മീഷൻ സ്ട്രക്ചേഴ്സും എല്ലാം പേറ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കമ്പനീസ്. ബിക്കോസ് അത് സ്റ്റേബിൾ ആണ് ഫോർ ലോങ് റണ്ണിന് വേണ്ടി. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ISO സർട്ടിഫൈഡ് പ്രൊഡക്ട്സുകളാണ് ഇതിൻ്റെ അകത്ത് എല്ലാ കമ്പനീസിൻ്റെയും പ്രൊഡക്ട്സുകൾ. അപ്പം നമ്മുടെ ഈ ഒരു കമ്പനീസ് എന്ന് പറയുന്നത് ഗ്ലോബലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാ ഈ കമ്പനീസും ഓൾ വേൾഡ് ഉള്ളതാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പം നമുക്കതൊരു സ്ട്രോങ് ആണ് ആ കമ്പനീസ് എല്ലാം. ഗ്ലോബലി റെപ്യൂട്ടേഷനൊക്കെ ഉള്ള കമ്പനീസാണ് ഇതെല്ലാം. നമ്മളപ്പോൾ ചൂസ് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറയുന്നത് കമ്പനീസ് എല്ലാം സ്റ്റേബിൾ ആയിരിക്കണം ഒന്നാമത് തന്നെ. പിന്നെ ഒരു പുതിയ ഇന്നോവേഷൻസ് നോക്കുന്ന കമ്പനീസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. നമ്മുടെ ഈ ഒരു ബിസിനസ് നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുക, ഇപ്പം ഒരു ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ, അല്ലെങ്കിൽ UK നിന്ന് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. UK വെച്ചാണ് ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ബിസിനസ് നമുക്ക് ഈ ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെ നിന്നാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എവിടെ വേണേലും നമുക്ക് ക്ലയൻസിനെ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഏത് കൺട്രിയിലേക്കാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ കൺട്രിയുടെ അവരുടെ ടാക്സ് മാത്രം അപ്പോൾ അടച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ, UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ UK സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ടാക്സും കാര്യങ്ങളും മാത്രം അടച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ ഹെൽപ്പും നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് കമ്പനീസ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ഇയർ എൻഡ് ആകുമ്പോഴത്തേന് നമുക്ക് ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ പാർട്ട്നേഴ്സ് കമ്പനീസ് തന്നെ നമുക്ക് അയച്ചു തരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഫയൽ ചെയ്താൽ മാത്രം മതി. നമ്മുടെ പാർട്ട്നേഴ്സ് കമ്പനീസ് ഇയർ എൻഡ് ആകുമ്പോഴത്തേന് നമുക്ക്
T4A ആണ്. ഇവിടെ കാനഡയിൽ, ഞാൻ കാനഡയിലായതുകൊണ്ട് എനിക്ക് T4A ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം അത് കമ്പനീസ് തന്നെ നമുക്ക് അയച്ചു തരും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇയർ എൻഡ് ആകുമ്പോൾ തന്നെ ടാക്സ് പേ ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ് ബിസിനസ്? പിന്നെ സിമ്പിൾ വേർഡിൽ ഞാൻ പറയാം. നമുക്കിപ്പോൾ ഒരു പാർട്ട്നേഴ്സ് കമ്പനീസ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വിറ്റാൽ നമുക്ക് കമ്മീഷൻ കിട്ടും. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് സെല്ല് ചെയ്യേണ്ട. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമാണ് എല്ലാ കാര്യങ്ങളും സെല്ലിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് ഒരു പരിപാടിയാണല്ലോ സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗ ഡസ് ഇറ്റ് വർക്ക്സ്? അപ്പം നമുക്ക് ഒന്നെങ്കിൽ ജോയിൻ ചെയ്യാം ആസ് ആൻ അഫിലിയേറ്റ്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി പാർട്ട്ണറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഈ സിസ്റ്റത്തിലേക്ക്, ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്ലഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ സിസ്റ്റം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് വേണ്ടി. പിന്നെ നമ്മൾ ആരെയും കോൾഡ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആൾക്കാരെ ചേസ് ചെയ്യേണ്ട ഒരാവശ്യങ്ങളുമില്ല. നമ്മൾ ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട്, സിസ്റ്റം തന്നെ സെല്ലിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി കമ്മീഷൻസ് നമുക്ക് കിട്ടിക്കോളും. എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്? ദ പ്ലാറ്റ്ഫോം ഗിവ് യു എവറിത്തിങ് നീഡ് ടു റൺ ആൻ ഓൺലൈൻ ബിസിനസ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈവൻ സെല്ലിങ്ങും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി. പിന്നെ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡയറക്റ്റ്ലി കമ്മീഷൻസ് നമുക്ക് കിട്ടിക്കോളും. അഫിലിയേറ്റഡ് കമ്പനീസ് നമുക്ക് ഡയറക്റ്റ്ലി കമ്മീഷൻസ് നമുക്ക് അയച്ചു തരും. അപ്പം അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം അതുകൊണ്ട് ഒന്നും ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സിസ്റ്റം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് എൻഡിൽ ആൾക്കാരുണ്ട്. അപ്പം അവർ ഐ.ടിയുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും. നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനാണ് എങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി പ്ലാറ്റ്ഫോം സെല്ല് ചെയ്യുന്നു, നമുക്ക് കമ്മീഷൻസ് കിട്ടുന്നു. യുവർ റോൾ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% മാത്രം ചെയ്താൽ മതി ഈ ഒരു ബിസിനസ്സിൽ. ബിക്കോസ് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വഴി നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്തു തരുന്നതുകൊണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10% ആസ് എ മാർക്കറ്റിംഗ് മാത്രം, ഒരു ബേസിക് മാർക്കറ്റിംഗ് കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട, പിന്നെ ഷിപ്പിംഗ് ഒന്നും ചെയ്യേണ്ട, സെയിൽസ് കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കസ്റ്റമർ സർവീസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഈ പ്ലാറ്റ്ഫോം തന്നെ ഈ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തോളൂ നമുക്ക് വേണ്ടി. നമ്മൾ ചെയ്യേണ്ട 10% എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പം നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിന്, ടിക്ടോക്ക്, ഗൂഗിള്. പക്ഷേ ഇത് മിക്കവർക്കും എല്ലാം ഒന്നും അറിയത്തുമില്ലായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ട്രെയിനിങ് സൈറ്റ് ഉണ്ട്. അത് ജസ്റ്റ് നോക്കിയിട്ട്, അതും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്തുള്ളത്. അത് നോക്കിയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഞാനും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി 0 നോളജ് ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ആ ചെറിയ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പ്രായമുള്ള ആൾക്കാർ എല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്കും ഫേസ്ബുക്ക് എന്താണ്, ഫേസ്ബുക്ക് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വരെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആസ് എ സ്പൂൺ ഫീഡിങ് പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് ട്രെയിനിങ് സൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യ്, ഇവിടെ ക്ലിക്ക് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് ആഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിങ്ങും ചെയ്യാൻ പറ്റും, അല്ലാതെ പെയ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രയർ എക്സ്പീരിയൻസിൻ്റെ ഒരാവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് നോക്കി ഫോളോ ചെയ്താൽ മതി. അപ്പം എക്സ്പീരിയൻസിൻ്റെ ഒരു ആവശ്യം ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തെ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ കണ്ടന്റ് ക്രിയേഷനാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. ബിക്കോസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ അത് ഗൈഡ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു തരും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പോസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ എന്താണ് നമ്മൾ ക്യാപ്ഷൻസ് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ അകത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ആഡ് സെറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് നോക്കിയിട്ട് അവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഒത്തിരി നേരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ടി വിക്കകത്ത് വലിയൊരു ആഡ് വരും, അത് കഴിഞ്ഞ് ഭയങ്കര ഗ്രാഫിക്സും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മളെ പഠിപ്പിച്ചു തരും, അത് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും, പക്ഷേ നമുക്ക് അതിന് റിസൾട്ടും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇരുന്ന് പോസ്റ്റ് ചെയ്യാനോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല.
നമുക്കിതെല്ലാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ ഇതിനകത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും ഷെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമും ലിങ്ക് ചെയ്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതുകൊണ്ട് ഒരു 10 മിനിറ്റോ ഒരു അരമണിക്കൂറോ വല്ലതും എല്ലാം കൂടെ ഒരാഴ്ചത്തേനുള്ള ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് വെക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ടൈമിൽ ഡയറക്റ്റ്ലി അതങ്ങ് പൊക്കോളും. നമുക്ക് നമ്മുടെ വർക്കിന് പോവുകയും ചെയ്യാം. ആ ടൈമിൽ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഡയറക്റ്റ്ലി പൊക്കോളും. അപ്പം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ടൈം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം എല്ലാം കൂടെ നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിപ്പോൾ രാവിലെ ഈ ഒരു പോസ്റ്റ് പോട്ടെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് തന്നെ എല്ലാത്തിൻ്റെ അകത്തും ഈ സെയിം പോസ്റ്റ് തന്നെ പോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേറൊരു പോസ്റ്റ് പോട്ടെ, അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഒരേ ടൈമിൽ ഇത് പോവുകയും ചെയ്യും. നമുക്കതുകൊണ്ട് ടൈം നമുക്ക് അതിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക്. നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ അതെല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അത് നോക്കി നമുക്ക് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. പ്രൈവസി ആൻഡ് നോൺ ഫേസ് ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഫേസ് കാണിച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇത് നമുക്ക് ഈ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് ഉള്ള പോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം, അനിമേറ്റഡ് വീഡിയോസ് ആയിട്ട് കൊടുക്കാം, സ്ലൈഡ് ഷോസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് കൊടുക്കാം, ടെക്സ്റ്റ് ബേസ്ഡ് പോസ്റ്റുകളുണ്ട്. അങ്ങനെ പല ഗ്രാഫിക്സുമായിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഫേസ് കാണിക്കാതെ തന്നെ. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ നമുക്കൊരു ബിസിനസ് പേജ് ഉണ്ട്. ഇപ്പം ഏതിൻ്റെ അകത്താണെങ്കിലും, അപ്പം ഏത് സോഷ്യൽ മീഡിയക്കകത്താണെങ്കിലും നമുക്കൊരു ബിസിനസ് പേജ് ഉണ്ട്. ആ ബിസിനസ് പേജിൻ്റെ അകത്താണ് നമ്മൾ ഓരോന്നും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും കാണിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീസ് ഉണ്ട്, അഫിലിയേറ്റഡ് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് വിറ്റാലേ നമുക്ക് കമ്മീഷൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മളോട് വന്ന് ചോദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരായിരിക്കും വന്ന് ചോദിക്കുന്നത് എന്താണ് ഈ ഒരു ബിസിനസ്. പല പ്രൊഫഷനുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒന്ന് ചോദിക്കുന്നത്. അപ്പം അവർക്കൊന്നും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് കാണാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ഈ ട്രെയിനിങ് സൈറ്റ് ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രോഡക്ട്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ലാപ്ടോപ്പ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റുന്ന കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ നമുക്ക് കിട്ടത്തുള്ളൂ. അത് വേണ്ട ആൾക്കാർ മാത്രമല്ല നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ പ്ലാറ്റ്ഫോം നമ്മൾ വിൽക്കുന്നതുകൊണ്ട് ഏത് റേഞ്ചുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം, ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതും അതുപോലെ തന്നെ അത് പ്രയോജനപ്പെടുന്നതും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതൊരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആലോചിച്ചിരുന്നൊന്നുമല്ല. ഞാനൊരു ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങണം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണം. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ അതിനുവേണ്ടി നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനോ അതൊന്നും നമുക്ക് സമയമില്ല. അപ്പം നമുക്കിതെല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതല്ലേ എല്ലാവരും പ്രിഫർ ചെയ്യത്തുള്ളൂ. നമുക്ക് പ്രൊഡക്ട്സും ഉണ്ട്, കമ്മീഷൻസും കിട്ടും, അതും നല്ല പ്രൊഡക്ട്സും നല്ല കമ്പനീസും, അതെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടേ. അപ്പം ബിസിനസ് ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത്. അപ്പം അതാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ടാർഗറ്റ് ദ റൈറ്റ് ഓഡിയൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ കുറേ ഒരു പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ റീൽസ് ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കസ്റ്റമറിലേക്ക് നമുക്ക് എത്തത്തില്ല. ഇപ്പം നമ്മൾ പറയുക ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഷെയർ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് തന്നെ ആദ്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതിൻ്റെ ഓരോരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമുക്ക് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് ഓഡിയൻസിലേക്ക് അത് പൊക്കോളും. ഈ സെയിം ബിസിനസ് തന്നെ പല ആൾക്കാരും ചെയ്താലും അതും അവരുടെ കസ്റ്റമേഴ്സ്, ഓരോരുത്തരുടെയും കസ്റ്റമേഴ്സ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് സാച്ചുറേഷൻ ഒരിക്കലും വരത്തില്ല. ഇപ്പം എൻ്റെ ഒരു കസ്റ്റമർ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഒരു കസ്റ്റമർ. അപ്പം നിങ്ങളുടെ ഒരു കസ്റ്റമർ ഒരിക്കലും എൻ്റെ കസ്റ്റമർ ആകത്തുമില്ല. അതിൻ്റെ എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിനിങ് സൈറ്റ് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ സെറ്റ് ചെയ്യേണ്ടത്. അത് ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും. അത് നോക്കി മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മളിപ്പോൾ ഒരു റീൽസ് ആണെങ്കിലും ഒരു പോസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആര് കാണണം, അതിൻ്റെ ഓരോ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൾക്കാർ, നമ്മുടെ കറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ പോസ്റ്റ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും കാണത്തുള്ളൂ.
ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യത്തിനും ട്രെയിനിങ് കിട്ടും. പിന്നെ നമുക്ക് വെബ്സൈറ്റ് കിട്ടും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് ഈ ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. ആ വീഡിയോസ് എന്ന് പറയുന്നത് 1 മിനിറ്റോ അതോ 5 മിനിറ്റോ മാക്സ് ടു മാക്സ് 5 മിനിറ്റ്. അപ്പം നമുക്ക് വലിയ അരമണിക്കൂറോ 1 മണിക്കൂറിനുള്ള വീഡിയോസ് ഒന്നുമല്ല. അപ്പോൾ ഈ ജസ്റ്റ് ഈ വീഡിയോ നോക്കിയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പോലെ നമുക്ക് നോക്കി ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇന്ന ടൈം കൊണ്ട് തീർക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു മെൻറ്ററും ഉണ്ട്, നമുക്കൊരു കോച്ചും ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്ത് തരും. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയത്തില്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. ബിക്കോസ് അവർ ഓൾറെഡി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ 24 ബാർസ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പല ആൾക്കാരും കാണും. ഇപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും അപ്പോൾ ആ രാജ്യത്ത് ആൾക്കാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പല ആപ്സ് ഉണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ടീംസ് കോൾ ഉണ്ട്, സൂം മീറ്റിംഗ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ആഴ്ചകളിലും സൂം മീറ്റിംഗ്സും നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സമയം പോലെ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ റീപ്ലൈ കാണും. അത് നോക്കി കണ്ടാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് ഇത് വർക്കാകുന്നതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് പ്ലഗ് ഇൻ ആകുകയാണ്. അപ്പം അത് ഈസിയാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്കൊരു ടെക്കിൻ്റെ ബാക്ക് സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ടെക്കിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ബാക്ക് എൻഡിൽ ആൾക്കാരുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് നമുക്ക് തന്നെ ഉണ്ട്. മീൻസ് നമുക്ക് ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ആകുന്നത്. പിന്നെ ഗ്ലോബൽ കമ്പനീസാണ് ഇതെല്ലാം, പാർട്ട്ണർ കമ്പനീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ സമയം പോലെ വർക്ക് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇന്ന ടൈം കൊണ്ട് ചെയ്തു തീർക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവരും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും. നമുക്ക് ഇപ്പം പല ആൾക്കാരും പല രീതിയിലുള്ള, ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും വേണ്ടത്, ചില ആൾക്കാർക്ക് കൂടുതൽ ടൈം ആയിരിക്കും വേണ്ടത്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേന് അത് വർക്കാവും. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഇത് നമ്മുടെ ട്രെയിനിങ് നമ്മൾ ഫോളോ ചെയ്യുക. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ച് തരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ്. കറക്റ്റ് ഓഡിയൻസും പിന്നെ ഈ നമ്മുടെ ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോമും ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ട് വരും. നമ്മുടെ റോൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. ജസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഓരോ കാര്യത്തിലും. പിന്നെ ബി പേഷ്യൻറ്റ്. നിങ്ങൾ റെഡിയാണോ ഈ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്കൊരു ഓട്ടോമേറ്റഡ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും? യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മലയാളത്തിൽ ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ശരിക്കും ഒരു വെബിനാർ കാണണം. അങ്ങനെയാണെങ്കിൽ 90 മിനിറ്റ്സിൻ്റെ വെബിനാർ ഉണ്ട്. www.updatedreply.com. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള 90 മിനിറ്റ്സിൻ്റെ വെബിനാർ നമുക്ക് കിട്ടും. അപ്പം അതിൻ്റെ അകത്താണ് ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഇൻ ഡെപ്ത് ആയിട്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ $149 പേ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി റീഫണ്ടബിൾ ആണ് വിത്തിൻ 30 days. നമ്മളിപ്പോൾ മൂവിങ് ഫോർവേഡ് അല്ലെങ്കിൽ ഇത് നമുക്ക് റീഫണ്ടബിളും ആണ്. വൺസ് നമ്മൾ ആ $149 പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇമെയിൽ വരും. അത് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സബ്ജക്ട് ലൈനിൽ. അത് വരുന്നത് കസ്റ്റമർ സർവീസിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ ഡെപ്ത് ആയിട്ട് ഏതൊക്കെ കമ്പനീസാണ്, അവർക്ക് എത്രയ്ക്കാണ് നമുക്ക് കമ്മീഷൻസ് കിട്ടുന്നത്, അത് ഫിഗർ ബൈ ഫിഗർ നമുക്ക് ഓരോന്നും മനസ്സിലാവും. അപ്പം ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടും, അങ്ങനെ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ മൂവിങ് ഫോർവേഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ സെയിൽസ് ഫണലും ഇമെയിൽ ക്യാമ്പയിൻസിനും പിന്നെ വെബ്സൈറ്റിനും ട്രെയിനിങ്ങിനും ഇതിനെല്ലാം കൂടെ ഈ 149 എടുക്കും. ഇൻ കേസ് നമ്മളിപ്പോൾ തന്നെ കോച്ചിങ് കോളിന് മുമ്പ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് നമ്മൾ മൂവിങ് ഫോർവേഡ് അല്ലെങ്കിൽ ഈ 149 സ്ട്രേറ്റ് അവേ റീഫണ്ടബിൾ ആണ് വിത്തിൻ 30 days കോച്ചിങ് കോളിന് മുമ്പ്. അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പിന്നെ ഇതൊരു MLM പരിപാടിയോ ഒരു പിരമിഡ് സ്കീമോ അങ്ങനെയൊന്നും അല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം MLM എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തിരി പേരെ പോയി ചേർക്കണം, എന്നാലേ ഉള്ളൂ അതിന് മേളിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഓക്കെ, അപ്പം ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ റിസർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ 149 പേ ചെയ്യുക. പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ആക്സസ് കിട്ടും, ഇൻഫർമേഷൻസ് കിട്ടും, ക്ലാരിറ്റി കിട്ടും വിത്തൗട്ട് എനി റിസ്ക്. അതിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്നൊരു ഏണിങ്സും കിട്ടും. ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും.
149 പേ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേ ചെയ്യുക. താങ്ക് യു.